ഹലോ, ഇത് സാറ്റർഡേ മോർണിംഗ് ആണ് കേട്ടോ. അപ്പോൾ സാറ്റർഡേ മോർണിംഗ് എന്ന് പറഞ്ഞാൽ പൊതുവേ എന്നെ സംബന്ധിച്ചൊരു മടി ദിവസമാണ്. കാരണം എനിക്ക് മക്കൾക്ക് സ്കൂളിൽ പോകണ്ട, ചേട്ടായിക്ക് മാത്രം പോയാൽ മതി. അപ്പോൾ തലേന്ന് തന്നെ ചേട്ടായി പറഞ്ഞു നാളെ താമസിച്ച് എണീറ്റാൽ മതി. അതനുസരിച്ച് 7 മണിക്ക് അലാറമൊക്കെ സെറ്റ് ചെയ്ത് ഞങ്ങൾ കിടന്നു. പക്ഷേ രാവിലെ നമ്മൾ നേരത്തെ എണീറ്റ് ശീലിച്ചവരായതുകൊണ്ട് ആ പതിവ് സമയത്ത് തന്നെ നമ്മൾ എണീക്കും. എങ്കിലും കുറച്ച് നേരം കിടക്കാനൊക്കെ ശ്രമം നടത്തിയെങ്കിലും നമ്മൾ സാധാരണ നേരത്തെ കൊതുകുകളൊക്കെ ഉണരുന്നതിന് മുന്നേ നമ്മൾ ഉണരുമല്ലോ. പക്ഷേ ഇന്ന് കൊതുകുകൾ എന്നെക്കാളും നേരത്തെ ഉണർന്നതുകൊണ്ട് അതോ ഞാൻ ലേറ്റായിട്ട് ഉണർന്നതാണ്, എന്താണെങ്കിലും അവരെന്നെ ഉണർത്തി. പിന്നെ അധികം കിടന്നില്ല, ചാടി എണീറ്റു അടുക്കളയിലേക്ക് പോയി. അടുക്കളയിൽ ചെന്നൊരു തട്ടിക്കൂട്ട് ലഞ്ച് വേഗം റെഡിയാക്കാമെന്ന് വിചാരിച്ച് ചേട്ടായിക്ക് ലഞ്ച് കൊടുത്തു വിടണമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ലഞ്ച് റെഡിയാക്കുവാണേ. അപ്പോൾ ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ പച്ചക്കറികളൊക്കെ ഏകദേശം തീർന്നിട്ടുണ്ട്. ഇനി അടുത്ത ആഴ്ചത്തേക്കുള്ളത് വാങ്ങിച്ച് നമ്മൾ സ്റ്റോക്ക് ചെയ്യണം. അപ്പം ഉള്ള പച്ചക്കറികളൊക്കെ വെച്ചിട്ട് വേഗം അങ്ങ് റെഡിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പം ക്യാരറ്റ്, ബീട്രൂട്ട് ഓരോന്നിരിപ്പുണ്ടായിരുന്നു, അതെല്ലാം അരിഞ്ഞൊരു തോരനാക്കി. പിന്നെ അച്ചാറുകളെല്ലാം തീർന്നത് കൊണ്ട് ഒരു മുളക് ചമ്മന്തി റെഡിയാക്കി. പിന്നെ ഉരുളക്കിഴങ്ങൊന്ന് മെഴുക്കുവരട്ടി വെച്ചു, ഒരു ഓംലെറ്റാക്കി. അങ്ങനെ ലഞ്ച് റെഡിയായേ. അങ്ങനെ പിന്നെ ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ പിടിച്ച് സംസാരിക്കുന്ന പോലെ തോന്നുന്നുണ്ടല്ലേ. അതെ, എനിക്ക് വോയിസ് ഓവർ കൊടുക്കാൻ ഭയങ്കര മടിയാണ്. സത്യത്തിൽ എൻ്റെ സൗണ്ടിനെ കുറിച്ച് എനിക്കൊരു കോൺഫിഡൻസ് ഇല്ലായ്മയാണ്. കാരണം ചെറുപ്പത്തിലൊക്കെ വീട്ടിലുള്ളവർ പറയുമായിരുന്നു നിൻ്റെ സൗണ്ട് പാറപ്പുറത്ത് ചിരട്ട ഉരയ്ക്കുന്ന സൗണ്ടാന്ന്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ആവശ്യമില്ലാതെ ഇടയ്ക്കിടയ്ക്ക് കയറി വരുന്നൊരു ചിരി. എനിക്കെന്ത് സംസാരിച്ചാലും ചിരിച്ചുകൊണ്ട് സംസാരിക്കും. ഞാൻ ഒത്തിരി സംസാരിക്കുന്ന ആളുമാണ്. അതുപോലെ തന്നെ ചിരിയാണ് മെയിൻ. തുടങ്ങുമ്പോഴും ചിരിക്കും, സെൻറ്റൻസ് പറഞ്ഞു തീരുന്നവരെ ചിരിക്കും. അനാവശ്യമായിട്ട് നിൻ്റെ ചിരി ഒഴിവാക്കുക എന്ന് പറയും. അങ്ങനെ എന്നോടൊപ്പം വേറൊരു സംഭവം കൂടെ വളർന്നു വന്നു, കോൺഫിഡൻസ് ഇല്ലായ്മ. 4 ആൾ നിൽക്കുന്ന സമയത്ത് എനിക്ക് സംസാരിക്കാനൊക്കെ ഭയങ്കര മടിയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ഒച്ച കൂടിപ്പോകുമെന്നൊക്കെ ഉള്ള ടെൻഷൻ വരും എനിക്ക്. പിന്നെ ആവശ്യമില്ലാത്ത ചിരി കയറി വരുമോ എന്നൊക്കെ. പിന്നെ ചെറുപ്പത്തിൽ നമ്മളോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ നമ്മളോടൊപ്പം ഇങ്ങനെ വളർന്നു വരും. അങ്ങനെ വളർന്നു വന്നൊരു സംഭവമാണ് കോൺഫിഡൻസ് ഇല്ലായ്മ. എന്താണെങ്കിലും ഈ വോയിസ് ഓവർ കൊടുത്ത് തന്നെ ശീലിക്കാമെന്ന് വിചാരിച്ചു. അതോടൊപ്പം എൻ്റെ കോൺഫിഡൻസ് ഇല്ലായ്മയും കൂടെ ഒന്ന് മാറി കിട്ടുമെങ്കിൽ അങ്ങനെ ആവട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ലഞ്ചൊക്കെ പാക്ക് ചെയ്തു. നിങ്ങൾ പറയാം, എൻ്റെ സൗണ്ട് അത്രയ്ക്ക് ബോറാണോ? എനിക്കറിയാൻ പാടില്ല, എല്ലാവരും ഇങ്ങനെ പറയുന്നുണ്ട്. എന്താണെങ്കിലും ഞാനതുകൊണ്ട് വളരെ പിടിച്ചാണ് കേട്ടോ എൻ്റെ സംസാരം. ഓക്കെ, ബൈ ബൈ. അടുത്ത വീഡിയോയിൽ കാണാവേ.